പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 21-ാം വചനം നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. നല്ലവനും വിശ്വസ്തനുമായ ഹൃദയ എന്ന് കർത്താവ് പറയാൻ ഇടവരുന്നത്. അല്പത്തിൽ വിശ്വസ്തനായെങ്കിൽ അധികത്തിൽ നിന്നെ ഫലമേൽപ്പിക്കും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. അല്പത്തിലുള്ള വിശ്വസ്തത. ഏത് കാര്യത്തിലും നമ്മൾ വിശ്വസ്തനാകാൻ തുടങ്ങിയാൽ ദൈവം നമ്മളെ അധികത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. ഒന്നാമതായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ അധികം പ്രാർത്ഥിക്കുവാനും അധികം പ്രവൃത്തി കാണുവാനും ഇടവരുന്നത് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ വിശ്വസ്തത കാണിച്ചാൽ, ആ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു വിശ്വസ്തത നമുക്കുണ്ടെങ്കിൽ അധികം നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം. ബൈബിളിൽ തന്നെ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 3 യുവാക്കന്മാരും ദാനിയേലും ഭക്ഷണ കാര്യത്തിൽ, കാരണം ദൈവം അരുതെന്ന് പറഞ്ഞ ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കുകയില്ല. അരുതെന്ന് പറഞ്ഞ ഒന്നും ചെയ്യലാത്തവരായിരുന്നു. അവരുടെ ഭക്ഷണക്രമം ഷണ്ഡാധിപനോട് പറയുകയാണ്, ഞങ്ങൾ സാധാരണ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ, രാജാവ് ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട. കാരണം അരുതെന്ന് പറഞ്ഞതിലേക്ക് അവർ പോയില്ല. അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം ഒരുക്കുവാൻ അവരോട് പറയുവാനും. കാരണം ദൈവഹിതമല്ലാത്ത ഭക്ഷണം, പാനീയങ്ങളൊന്നും അവർ കഴിച്ചില്ല. അവർ ദൈവഹിതമുള്ളത് മാത്രമേ പ്രവർത്തിക്കാൻ ഇടവന്നുള്ളൂ. അവർക്ക് യാതൊന്നിനും കുറവ് വന്നില്ല. അതുപോലെ തന്നെ അവർ ആരാധിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചത്. രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു വലിയ വിഗ്രഹമോ ബിംബമോ ഉണ്ടാക്കി വെച്ചിട്ട് ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനെ എല്ലാവരും കുമ്പിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ അല്ലാതെ ഈ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെയോ വിഗ്രഹത്തെയോ ഒന്നും ആരാധിക്കുകയല്ലെന്ന് പറഞ്ഞു. കാരണം അവർക്കൊരു വിശ്വസ്തത ദൈവത്തോടുണ്ട്. കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് അവർ ഭയപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടാത്തത്? രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കൂടെയാണ് അവരായിരുന്നത്. നിങ്ങൾ ഓർക്കണം, യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ദൈവം നിന്റെ ഉള്ളിലായിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിൽ. നിന്റെ അകത്തിരിക്കുന്ന കർത്താവിനെ, ജീവിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കണം. മനുഷ്യൻ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയോ രൂപത്തെയോ, അത് ബൈബിള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന് മുകളിലോ താഴെയോ വെള്ളത്തിലുള്ളതിൻ്റെയോ യാതൊരു പ്രതിമയോ സ്വരൂപമോ നീ ഉണ്ടാക്കുകയോ നീ ആരാധിക്കുകയോ നിർമ്മിക്കുകയോ ഒന്നും ചെയ്യരുത്. ചെയ്യുന്നവൻ അതിനെപ്പോലെ തന്നെയാകും. ഒരേ ഒറ്റ ദൈവമുള്ളൂ. അഖിലാണ്ടം ഉണ്ടാക്കിയ ദൈവത്തിൽ നീ വിശ്വസ്തനായിരിക്കണം. അതുപോലെ തന്നെ ദാനിയേൽ വിശ്വസ്തനായതുകൊണ്ട് ദാനിയേലിനെ ശൃംഖക്കുഴിയിൽ ഇട്ടിട്ടും ശൃംഖങ്ങളുടെ വാ പൂട്ടിയ ഒരു ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലേ? നിന്റെ ഏത് വലിയ പ്രശ്നമോ പ്രതികൂലമോ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നീ ദൈവത്തിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവവചനം വിട്ട് ജീവിക്കരുത്. ദൈവവചനം വിട്ട് നീ മറ്റുള്ളവരിൽ നിന്ന് ഒരു പൈസ പോലും നീ വാങ്ങരുത്. തൂക്കത്തിലും അളവിലും നീ ആരെയും തോൽപ്പിക്കരുത്. കാരണം നീ അവിശ്വസ്തനാകരുത്. വിശ്വസ്തനാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വസ്തയോടെ ജീവിക്കണം. അല്പത്തിൽ വിശ്വസ്തനായ ദൈവം അധികത്തിൽ നിന്നെ കാര്യവിചാരകനാക്കുന്നേ. ദൈവം നിന്നെ ഉപയോഗിക്കുന്നേ. നീ കർത്താവിന്റെ ഉപകരണമായി മാറുന്നത് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കാം. അളവും തൂക്കവും, പ്രവൃത്തിയും സംസാരവും, ജീവിതവും നടപ്പും
ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊന്നും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണമോ ഒരു പാനീയങ്ങളോ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും തൊടാൻ തക്കവണ്ണം ഇടയാകാതെ കർത്താവിന്റെ നാമത്തെ ഉയർത്തി രാപ്പകലില്ലാതെ അവനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് നിന്റെ കൂടെയുണ്ട്. നിന്റെ കാര്യത്തിനൊരു കുറവും വരുത്തില്ല. നിന്റെ ഭവനം വലിയ സമാധാനം കൊണ്ട് നിറയും. വലിയ അഭിഷേകം കൊണ്ട് നിന്നെ ദൈവം നടത്തുന്നത് കാണാൻ കഴിയും. ഈ അഭിഷേകം വേണ്ടേ? അതിനായി നമുക്ക് ഒരു നിമിഷം ഒന്നിച്ചു പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായി ഇടപെടും, അത്ഭുതകരമായി നിങ്ങളെ ബലപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.